ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഓത്തുപള്ളി ബഷീർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലൊന്നുമല്ല, നമ്മുടെ കാളികാവിലാണ്. കാളികാവ്, ചോക്കാട്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകൾ 4 ഭാഗവും അതിമനോഹരമായ മലനിരകളാൽ ചുറ്റപ്പെട്ടതാണ്. നമുക്കതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കാം. ദൃശ്യങ്ങൾക്കൊപ്പം ചെറിയൊരു കഥ പറയാം. രോഗശയ്യയിൽ കിടക്കുകയാണ് പ്രിയപ്പെട്ട ഗുരു. ചുറ്റിലും പ്രിയപ്പെട്ട ശിഷ്യന്മാർ കൂടി നിൽക്കുന്നുണ്ട്. മരണം അടുത്തടുത്തു വരുന്നു എന്ന് തോന്നിയ നിമിഷം കൂട്ടത്തിൽ നിന്നൊരു ശിഷ്യൻ പെട്ടെന്ന് അങ്ങാടിയിലേക്ക് ഓടിപ്പോയി. മറ്റ് ശിഷ്യരൊക്കെ ആകെ അത്ഭുതപ്പെട്ടു. മരിക്കാൻ കിടക്കുന്ന ഗുരുവിൻ്റെ അടുത്തു നിന്ന് എവിടേക്കാണ് ശിഷ്യൻ ഓടിപ്പോകുന്നതെന്ന്. മറ്റുള്ളവർ ഓടിയ ശിഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗുരുവിന് വളരെ ഇഷ്ടമുള്ളൊരു കേക്കുണ്ട്, ഞാൻ ആ കേക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന്. ആ കേക്ക് കിട്ടാനില്ലായിരുന്നു. ആളുകളത് വാങ്ങുന്നത് എന്നോ നിർത്തിയിട്ടുണ്ട്. എങ്കിലും വൈകുന്നേരമായപ്പോഴേക്കും ഓടിപ്പോയ ശിഷ്യൻ ഈ കേക്കുമായി തിരിച്ചു വന്നു. ചുറ്റിലും കൂടി നിൽക്കുന്ന മറ്റു ശിഷ്യന്മാരെല്ലാം വളരെ സങ്കടത്തിലാണ്. പക്ഷെ ഗുരുവിൻ്റെ കണ്ണിലേക്ക് അപ്പം നോക്കുമ്പോഴും ഗുരു എന്തോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന പോലെ കണ്ണിലൊരു വെളിച്ചം അങ്ങനെ വരുന്നു. കേക്കുമായി വന്ന ശിഷ്യനെ കണ്ടപാടെ ഗുരു പറഞ്ഞു, ഒടുവിൽ നീ വന്നുവല്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ ഓടിപ്പോയ ശിഷ്യന് വളരെ സന്തോഷമായി. അധ്വാനം വെറുതെ ആയില്ലല്ലോ, ഗുരു എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് പ്രിയപ്പെട്ട ഈ ശിഷ്യനും ബോധ്യമായി. ശിഷ്യന്റെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങി വളരെ സന്തോഷത്തോടെ കഴിക്കുന്ന ഗുരുവിനെ മറ്റുള്ള പ്രിയപ്പെട്ട ശിഷ്യരും നോക്കി നിന്നു. കൂട്ടത്തിൽ നിന്ന് അപ്പോൾ ആരോ ചോദിച്ചു, ഈ അവസാന നിമിഷം പ്രിയപ്പെട്ട ഗുരു, ഞങ്ങൾ നിങ്ങളൊരു ഉപദേശം ചോദിക്കുകയാണ്. ഈ അവസാന നിമിഷം ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്താണെന്ന് കൂട്ടത്തിലൊരാൾ ഗുരുവിനോട് ചോദിച്ചു. ചോദ്യം കേട്ടപാടെ ഗുരു ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് എത്രമാത്രം പറഞ്ഞു, നല്ല രുചിയുള്ള കേക്ക്. കാര്യം ഇത്രമേ ഉള്ളൂ, ആ വലിയ മനുഷ്യൻ ആ നിമിഷം ജീവിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ എന്തു വേണമെങ്കിലും ആവട്ടെ, എന്നാൽ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കേക്കിൻ്റെ രുചി ആസ്വദിക്കുക എന്നുള്ളതാണ് ജീവിതം. ഇന്നെന്താണോ ഈ നിമിഷത്തെ ആസ്വദിക്കുക, മറ്റൊരു നിമിഷത്തേക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക എന്നാണ് അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഗുരു നൽകുന്ന ആത്മീയ സന്ദേശം.